അവർക്ക് സ്വന്തമായിട്ട് തീരുമാനവും മറ്റു കാര്യങ്ങളൊന്നും ഇനി പഴയ പോലെ എടുക്കാൻ സാധിക്കില്ല എന്നാണ്. നേരായി മാർഗത്തിൽ കൂടി പോകാൻ സാധ്യത ഇല്ല. അതിനുള്ള പ്ലാനിങ് അവരിപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. മോഡിയുടെ ഗ്യാരണ്ടി ജനം തള്ളിക്കളഞ്ഞെന്ന് വിലയിരുത്തൽ. ഇനിയുണ്ടാകുന്ന മോഡി ഭരണത്തിന് ആയുസ്സുണ്ടാകുമോ? ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക്. ചേട്ടാ, വീണ്ടും കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരുന്നൊരു സാഹചര്യത്തിലാണ്. എന്താണ് അതിന് ഒരു കാരണമായിട്ട് നമ്മൾ കാണുന്നത്? അല്ല, ഈ BJP കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടെങ്കിലും അവർക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ വലിയ ഭൂരിപക്ഷവും മറ്റു കാര്യങ്ങളൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല നിലവിൽ. അവർക്ക് സ്വന്തമായിട്ട് തീരുമാനവും മറ്റു കാര്യങ്ങളൊന്നും ഇനി പഴയ പോലെ എടുക്കാൻ സാധിക്കില്ല എന്നാണ് ഒരു നിഗമനം. എന്താണ് ആ ഒരു മുന്നണി സംവിധാനത്തിന് TDPയും അതേപോലെ തന്നെ നമ്മുടെ നിതീഷ് കുമാർ ഉൾപ്പെടെ ഒരു പിന്തുണയോടെ മാത്രമേ അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അവർ പണ്ട് ചെയ്തിട്ടുള്ള രാമക്ഷേത്രമോ അങ്ങനത്തെ മറ്റു കാര്യങ്ങളൊന്നും ഈ ഇലക്ഷനിൽ എഫക്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് യഥാർത്ഥമായിട്ട് അവർ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അവർ ചെയ്തിരിക്കുന്ന അഴിമതിയല്ല, ബേസിക്കലി അവർ സർക്കാരിനോട് ജനങ്ങളെ മതിപ്പ് നോർത്തിൽ ഉൾപ്പെടെ പോയി എന്ന രീതിയാണ്. നോർത്തിലൊക്കെ ലാസ്റ്റ് ഘട്ടം, ഈ 5ാം ഘട്ടം 6ാം ഘട്ടം തിരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ കൃത്യമായി ഒരു വർഗീയ പരാമർശത്തോടു കൂടി. ഓഫ് കോഴ്സ് അതാണല്ലോ അവർ ഒരു തുറുപ്പുചീട്ട് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ഒരു അപ്പോൾ RSSന്റെ 100ാം വാർഷികമാണ് ഇതിനടുത്ത് നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുക എന്ന ഒരു അജണ്ടയാണ് അവർ നിൽക്കുന്നത്. ഇപ്പോൾ അവരുടെ കൂടെ ചേർന്നിരിക്കുന്ന TDP ആയാലും നിതീഷ് കുമാർ ഉൾപ്പെടെ അവരിനി വരയ്ക്കുന്ന രീതിയിൽ ഇനി മോദിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇനി സ്വന്തമായിട്ട് BJPക്ക് ഒരു സ്വന്തമായി തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ഇനി ഒരിക്കലും പറ്റില്ല. ഇനി അപ്പുറത്തേക്കുന്ന ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന അവർക്ക് നമുക്ക് കാണാം. ഇനി ഇവരെ എത്രയോ പാർട്ടികളെ ചിഹ്ന ഭിന്നമാക്കി. അപ്പോൾ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ പല പാർട്ടികൾ ഇപ്പോൾ ശരത് പവാറിൻ്റെ NCP ചിഹ്നം ഭിന്നമാക്കി, അങ്ങനെ അതേ ഐഡിയോളജിയിൽ ഇവർ തിരിച്ചടിക്കും. ആ ഇന്ത്യ മുന്നണി ചെയ്യാൻ പോകുന്ന അത് തന്നെയാണ്. ഈ അവർ രണ്ട് വർഷം അവർ ഭരിക്കും. അതിനുശേഷം അവർ അതേപോലെ കളത്തിൽ ഇറക്കി വിടും. അതാണ് നടക്കാൻ പോകുന്നത്. ഇനിയുള്ള രാഷ്ട്രീയം ഇതാണ് അവർ കളിച്ച അതേ പവർ പൊളിറ്റിക്സ് കളിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയൊരു മുന്നേറ്റം ഭരണത്തിൽ വരാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഇപ്പോഴും ഭരണം ഉണ്ടാക്കാൻ വേണ്ടി, ഭരണത്തിൽ കയറാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ ആ ശ്രമം വിജയിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. അത് ഇപ്പോൾ തൽക്കാലത്തേക്ക് അവരിപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാവരും കൂടി നിന്നൊരു ഭരണം ഉണ്ടാക്കിയാലും തിരിച്ച് ആ ഭരണം ചിലപ്പോൾ ഏതെങ്കിലും പ്രസക്തിയിൽ വീണ് പോകുന്നില്ല. ഇപ്പോൾ യഥാർത്ഥമായിട്ട് ഇപ്പോൾ ശക്തമായ കഴിഞ്ഞ ഒരു ലോകസഭയിൽ നമുക്ക് ശക്തമായ പ്രതിപക്ഷ നേതാവ് ഇല്ലായിരുന്നു. പ്രതിപക്ഷം തിരിക്കട്ടെ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇനി പഴയ പോലെ ബില്ലൊന്നും ചുമ്മാ പാസ്സാക്കാൻ പറ്റില്ല. പ്രതിപക്ഷത്തിൻ്റെ മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ ചേർന്നേ അത് പറ്റത്തുള്ളൂ. അതെന്തായാലും ഇനി വരുന്ന ടൈമിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഒരു മൂന്നാമതും മോഡി എന്നുള്ളൊരു, അതെ, മൂന്നാമത് മോഡി എന്ന് പറയുന്നത്. പണ്ട് ഇത് മോഡി എന്നാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അത് NDA എന്ന് പറയേണ്ടി വരും പുള്ളിക്ക് സ്വാഭാവികമായിട്ടും. ഇപ്പോൾ ഇനി TDPയോ നിതീഷ് കുമാറോ എന്ത് പറയുന്നോ അതുപോലെ കേൾക്കേണ്ടി വരും. ഇനി നമ്മളിപ്പോൾ പറയുന്നതുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകണമെന്ന്. ഇനി ഉപപ്രധാനമന്ത്രി ആർക്ക് കൊടുക്കുമെന്ന് നമുക്കറിയണം. ഇനി വലിയ വകുപ്പുകൾ ആർക്ക് കൊടുക്കണം ചോദിച്ചിട്ടുണ്ട്. അവർക്ക് വണങ്ങിക്കൊണ്ട് BJPക്ക് ചെയ്യാൻ പറ്റുമല്ലോ, അല്ലാതെ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ പ്രകടന പത്രികയിൽ BJP പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഹിന്ദു രാഷ്ട്രത്തിന്റെ പ്രഖ്യാപനം, ഏക സിവിൽ കോഡ്, ഇതുപോലുള്ള ഇതൊന്നും നടക്കില്ല. രണ്ടാമത്തെ ഇവിടെ എത്രയോ ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ പോലത്തെ ഉള്ള സ്ഥാപനങ്ങൾ എത്രയോ ആൾക്കാർ പെൻഷനായിട്ട് പോയിട്ട് അവിടെ ആൾക്കാരെ നിയമിക്കുന്നില്ല. എത്രയോ തൊഴിലാളി ഒഴിവുകളുണ്ടായിട്ട് അവിടെ നികത്തില്ല. അവിടെയെല്ലാം ഇവരൊരു വ്യക്തിപ്രഭാവമായിട്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊന്നും ഇവർ നടത്തില്ല എന്ന രീതിയിലാണ് ഇത് പറയുന്നത്. ഇപ്പോൾ സാധാരണക്കാരനും യഥാർത്ഥമായിട്ട് ഇപ്പോൾ അവസാനം വന്ന റിപ്പോർട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എത്രയും സെക്രട്ടറിമാരുള്ളതിൽ അതിൽ ഒരാൾ മാത്രമാണ് OBC-കാരനായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെയെല്ലാം പറയുന്നത് ഇവിടുത്തെ സംവരണം എടുത്ത് കളയുന്നു പറയുന്നത്. ഇതൊന്നും ഇന്ത്യ നടക്കാത്ത കാര്യമാണ്. ഇതൊന്നും നടത്തിക്കില്ല എന്നാണ് നോർത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ അനുഭവം. രാമക്ഷേത്ര ജന്മഭൂമി അവിടെ അമ്പലം ഉണ്ടാക്കി അവിടെ വരെ തോറ്റു. നരേന്ദ്രമോദി 5 മിനിറ്റെങ്കിലും നെഞ്ചത്തെ കൈവച്ച് ഞാൻ ഒരു ഭൂരിപക്ഷം താഴോട്ട് പോയി. ആദ്യം ഒരു 5000-ന് താഴോട്ട് പോയി. അപ്പോൾ അവിടെ നിന്ന് തന്നെ ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു. ഇത് വിജയമായി കണക്കാക്കാനേ പറ്റില്ല. അവർ വിജയമായി കണക്കാക്കാനേ പറ്റില്ല. 100% വിജയം കണക്കാക്കാനേ പറ്റില്ല. എങ്കിലും തുടർന്ന് പോവും എന്നൊരു പ്രതീക്ഷയില്ല ഈ ഭരണം. ഇല്ല. ഇത് പോയാൽ കൂടിയും പലതിനും കടിഞ്ഞാലുണ്ട്.
അല്ല ഈ നിതീഷിനെ ഒന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത അല്ല 100% ഇല്ലെന്ന് പറയുന്നില്ല. പിണങ്ങി മാറുന്ന ഒരാളാണ്. അല്ലേ പിണങ്ങി മാറുന്ന ആളായാലും ശരി ഒരു കടിഞ്ഞാണുള്ളത് നല്ലതല്ലേ. നരേന്ദ്രമോദിക്ക് സ്വന്തമായൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പണ്ട് ഘടകകക്ഷികളോ ഒന്നും പറയുന്ന കാര്യങ്ങൾ പുള്ളി പറയുന്നത് കേൾക്കാറൊന്നുമില്ല. ഞാൻ ചെയ്യും അങ്ങനെ ഒരു പോളിസി. ഇനി അത് പറ്റുമോ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. അത് പറ്റുമോ? പുള്ളി സാധിക്കും? നടക്കില്ല. ഇല്ലല്ലോ. അപ്പൊ ഇനി ഇന്ത്യ നേരെ രീതി തന്നെ വരും. അടുത്തൊരു ഇനി ഇന്ത്യ മുന്നണി അധികാരത്തിലും വരും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു 2-2.5 വർഷം വീണ്ടും കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. ശരിക്കും ഇതൊരു BJPയുടെ അല്ലെങ്കിൽ NDA മുന്നണിയുടെ വിജയമാണോ? ശരിക്കും BJPയുടെ മേൽനോട്ടമാണ് എന്തായാലും. പിന്നെ ഈ തൂക്കുമന്ത്രിസഭ വരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ആർക്കും മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. അതൊരു നേരായി മാർഗത്തിൽ കൂടി പോകാൻ സാധ്യത ഇല്ല. കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നോക്കുമ്പം കഴിഞ്ഞ കാലങ്ങളിൽ സ്വാതന്ത്ര്യമായി ഭരിച്ചുകൊണ്ടിരുന്നു. ഒറ്റ കക്ഷിയായതുകൊണ്ട് മുന്നണിയിലെ സമ്മർദ്ദങ്ങളും ഭീഷണികളും ഒന്നും വഴങ്ങിക്കൊടുക്കേണ്ടതില്ല. ഭീഷണി ഉണ്ടാവുള്ളൂ. ഭീഷണികൾ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അവർ ഓരോ കക്ഷികളും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, അവർക്കൊക്കെ അധികാരവും കൂടെ ആകുമ്പോഴത്തേക്ക് ഇത് സ്വതന്ത്രമായി കഴിഞ്ഞ കാലങ്ങളിൽ പ്രധാനമന്ത്രി ഭരിച്ചിരുന്നത് പോലെ ഇനി ഉണ്ടാവില്ല എന്തായാലും. കാര്യം അത് മറ്റുള്ളവരുടെ നിർദ്ദേശം കൂടെ സ്വീകരിച്ചിട്ടല്ലേ. പ്രധാനമായിട്ടും ഈ ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ രണ്ടുപേരും പ്രധാനപ്പെട്ട ഘടകകക്ഷികളാണ്. അല്ല, അവരെക്കുറിച്ച് എന്തായിരുന്നാലും ഈ പറഞ്ഞ കണക്ക് അവരുടെ രാഷ്ട്രീയങ്ങൾ മൊത്തം എല്ലാ സ്റ്റേറ്റുകൾക്കും അറിയാം. അവരുടെ മുൻകാല പരിചയങ്ങളും മുൻകാല രീതികളൊക്കെ അറിയാം. അത് മനസ്സിലാക്കിയിട്ടാണല്ലോ ഇപ്പോൾ ഇവർ തുടർന്ന് പോകാനുള്ളൊരു സംവിധാനം ചെയ്യുന്നത്. അല്ല, നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ചാഞ്ചാടുന്ന ഒരു പ്രകൃതി. ഇടയ്ക്ക് NDA മുന്നണി വിട്ടൊരാളാണ്, വീണ്ടും മുന്നണിയിൽ വരുന്നു, വിജയിക്കുന്നു, സർക്കാർ രൂപീകരിക്കാൻ ഒപ്പം നിൽക്കും എന്ന് ഇപ്പോഴും ഒപ്പം നിൽക്കുമെന്ന് ഉറപ്പ് വന്നിട്ടില്ല. അല്ല, ഇതിനിടയ്ക്ക് പ്രധാനമന്ത്രി ആകണമെന്നൊരു ആവശ്യപ്പെട്ടതാണ്. ആ രീതി നോക്കുമ്പോഴത്തേക്ക് പുള്ളി പിന്നെ ഇനി ഏത് സ്ഥാനമായിരിക്കും നോക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എന്തായിരുന്നാലും അത് മാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ മാറ്റണമെന്ന് വരെ, പ്രധാനപ്പെട്ട പ്രധാന വകുപ്പുകൾ വരെ മാറ്റണമെന്ന് വരെ അവർ മുൻകൂറി കണ്ട് ആ രീതികളൊക്കെ ഇനി. നേരത്തെ കഴിഞ്ഞ തവണ BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ആ സമയത്ത് മുന്നണികളെ, ഈ ഘടകകക്ഷികളെ, മുന്നണിയിലെ ഘടകകക്ഷികളെ വലുതായിട്ട് സമ്മർദ്ദത്തിന് വഴങ്ങാതെ പോകാൻ പറ്റും. പക്ഷെ ഇപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷമില്ല. അല്ല, നേരത്തെ നമുക്ക് NDA എന്ന് പറഞ്ഞാലും ഈ നമുക്ക് ഘടകകക്ഷികൾ ഉണ്ടായിരുന്നു എന്ന് ആർക്കും അറിയില്ല. ഇല്ല, BJP മോഡി, അമിത്ഷാ, അത്രേ ഉള്ളൂ. ഒരു 3-4 പേരടങ്ങുന്ന ഒരു സംഘം. എങ്കിലും ആർക്കും ഒരു മറ്റൊരു ഇതില്ലാത്ത രീതിയിൽ ഭരണം മുന്നോട്ട് പോയി, വിഷയങ്ങളില്ലാതെ. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ അത് നമുക്ക് എന്താണെന്ന് നോക്കി കാണാം. ശരിക്കും ഇപ്പോൾ 9-ാം തീയതി അല്ലെങ്കിൽ 13-ാം തീയതിയൊക്കെ ഡേറ്റുകൾ പറയുന്നുണ്ട്, സത്യപ്രതിജ്ഞാ ഡേറ്റുകൾ. ശരിക്കും ആ രീതിയിൽ വന്നാലും ശക്തമായ പ്രതിപക്ഷം ഉണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ മുന്നണി ഉണ്ട്, അത് ഒരു സൈഡ്. അതുപോലെ തന്നെ ഈ പറയുന്ന മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ, ഇവരെ ഒരിക്കലും വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് പുതിയൊരു ഭരണം നിലവിൽ വരുന്നത്, പുതിയ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മോദി അല്ലെങ്കിൽ പ്രധാനമന്ത്രി BJP മുന്നോട്ട് വെച്ച കുറേ ആശയങ്ങളുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ 2025 നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കുറേ പരിപാടികൾ പറഞ്ഞിട്ട് അതൊക്കെ നടക്കുമോ ഇനി? അത് ശരിക്കും പ്രതീക്ഷമെന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി വരണമെന്നാണ് ഒരു വ്യക്തി എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ്. ആ വ്യക്തിത്വം നല്ലൊരാളാണ്. എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു കഠിന പ്രതിഫലമാണ് ഇപ്പോൾ ഇത്ര കഠിന പ്രയത്നത്താണ് ഇത്രയും കൊണ്ട് എത്തിച്ചത്. അതിന് വേറെ മാറ്റമൊന്നുമില്ല. ഇനി അതായത് കുഞ്ഞുങ്ങൾക്ക് പറയാം, ഏത് സ്റ്റേറ്റിൽ നോക്കിയിരുന്നാലും അദ്ദേഹത്തിൻ്റെ പാടുകൾ, ആ കാൽപ്പാടുകൾ എല്ലായിടത്തും ഓടി നടന്നു. പക്ഷെ സീനിയർ ആയിട്ടുള്ള പല നേതാക്കളും കൂടെ ഇല്ലായിരുന്നു, അയാൾ ഒറ്റയ്ക്കാണ്. തീർച്ചയായും ആ ഒരു പ്രയത്നത്തിന്റെ ശരിക്കുള്ള ഫലം കണ്ടെത്തിയില്ല. വിജയിച്ചു അധികാരത്തിലേറും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. ആ പ്രതീക്ഷ തെറ്റിപ്പോയി. കാര്യം ഇനിയും ഒരു നല്ലൊരു പ്രതിപക്ഷത്തിൽ ഇരിക്കണേണ് നല്ലത്.
എന്തിനീ കിടന്ന് തൂക്ക് മന്ത്രിസഭ ഉണ്ടാക്കി മന്ത്രിസഭയുണ്ടായ എന്നും പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിക്കൊണ്ട് അപ്പോൾ ഇനി 5 വർഷം കൂടെ കാത്തിരുന്നാൽ തീർച്ചയായിട്ടും നല്ല ശക്തമായ രീതിയിൽ ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കും. അതും രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇനിയും ഒരു പ്രാവശ്യം കൂടി രാഹുൽ ഗാന്ധിക്ക് പ്രയത്നിക്കേണ്ടി വരും. അതുണ്ടാവും. അത് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അതുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ തന്നെ ഇനി ഒരു 5 വർഷം കാത്തിരുന്നാൽ തീർച്ചയായിട്ടും തിരിച്ചുവരവുണ്ടാവും. അല്ല, ഇപ്പൊ തന്നെ ശക്തമായ ഒരു ഇത് കിട്ടി. സംവിധാനം നല്ല ശക്തമായിട്ട് വന്നല്ലോ. അല്ല, പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ആയിരുന്നാൽ ഒരു ഗുണകരമാവും. രാഹുൽ എന്നുള്ളത് ആ ഒരു ഇത് ഉണ്ടാവും. ഇപ്പൊ രാഹുൽ ഗാന്ധി 2 സ്ഥലത്ത് റായ്ബറേലിയിലും വയനാടിലും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 3 ലക്ഷം 4 ലക്ഷത്തോട് അടുപ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. രാഹുൽ ഗാന്ധി ഒരു മണ്ഡലമേ നിലനിർത്താൻ കഴിയും. ഏത് മണ്ഡലം സ്വീകരിക്കും? പക്ഷെ നമുക്കിപ്പോൾ വയനാടാണ് ഭൂരിപക്ഷം കൂടുതലുള്ള. പക്ഷെ ഒരു കാര്യം, അവരുടെ നേതൃത്വ സീറ്റാണ് റായ്ബറേലി. അപ്പോൾ അത് എന്താണെങ്കിലും അതിനെ നിലനിർത്തിയേ ഒക്കുള്ളൂ. പിന്നെ വയനാട് ഇപ്പോൾ പിന്നെ കേരളത്തിൽ ആ സീറ്റ് എന്തായാലും ആ സീറ്റ് മറ്റൊരാൾ വിജയിച്ച് വരും. മറ്റൊരാളെന്നല്ല, ഇപ്പൊ തന്നെ UDF സ്ഥിരം സീറ്റാണ്. ഇപ്പോഴെ തന്നെ ഇവര് ശിക്ഷ തീരുമാനിച്ചെന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി. പ്രിയങ്കേനെ അവര് ഇതാക്കി വെച്ചിരിക്കുകയാണ്. പുള്ളിക്കാരിക്ക് താല്പര്യമുണ്ടെന്ന് പറയുന്നു. അതാണെങ്കിൽ പിന്നെ ഇനി വേറൊരു ഓപ്ഷൻ ഇല്ല, ഉണ്ടാവില്ല. അതേ ഇതിൽ തന്നെയാണ് വരും മിക്കവാറും. അതിൽ നിന്നും ചിലപ്പോൾ വോട്ട് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടാവും. അല്ല, അങ്ങനെ വരുമ്പോൾ മറ്റൊരു കാര്യം വരും. ഇപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ അമേഠിയിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. അപ്പോൾ രാഹുൽ ഗാന്ധിയെ പാർലമെന്റ് അംഗമായി പിടിച്ചു നിർത്തിയത് കേരളത്തിലെ വയനാടാണ്. അപ്പോൾ വയനാട് മണ്ഡലം രാജിവെച്ച് പോയി ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു നേതാക്കൾ മത്സരിക്കുമ്പോൾ വേറൊരു സംസാരത്തിന് ഇട നൽകും. കേരളം കൈവിട്ടു എന്നുള്ളത്. അതേസമയം പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരുമ്പോൾ അത്തരത്തിലൊരു സംസ്കാരം രാഹുൽ പ്രിയങ്കയ്ക്ക് വേണ്ടിയിട്ട് ആ സീറ്റ് ഓടുന്നു. അവരുടെ കുടുംബത്തിൽ തന്നെ നിലനിർത്തുന്നു, അല്ലെങ്കിൽ ഗാന്ധി കുടുംബം നിലനിർത്തുന്നു എന്നുള്ള ഒരു ഇതിൽ കുറച്ചുകൂടി ഭൂരിപക്ഷം വർദ്ധിക്കാനും വലിയൊരു ആവേശം ഉണ്ടാകാനും സാധ്യതയില്ലേ? സാധാരണ ഇപ്പം ഗാന്ധി കുടുംബത്തിനെ പറ്റി പലരും പല രീതിയിൽ പറയാറുണ്ട്. സത്യം അത് ഈ പറഞ്ഞാണ്, ഗാന്ധി കുടുംബമൊക്കെ ഈ ഒരു രാഷ്ട്രീയ ലെവലിലൊക്കെ ഒരുപാട് കഠിനമായ അധ്വാനങ്ങളും പീഡനങ്ങളും അനുഭവിച്ചിട്ടുള്ള അവരുടെ നഷ്ടം, ജീവൻ. ആ കുടുംബത്തിൽ എത്ര പേര് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ നഷ്ടപ്പെട്ട കുടുംബം. അങ്ങനെ നമ്മൾ ഗാന്ധി കുടുംബത്തിനെ ഒന്നും അവർ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നത് പാടില്ല ഒരിക്കലും. പിന്നെ ഇപ്പം ഈ പറഞ്ഞാണ് വയനാട് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് രാജിവെക്കേണ്ടി വരുന്നത് അദ്ദേഹം ഒന്നുമല്ല പാർട്ടി നോക്കുന്നത് ഒരു സീറ്റ് നിലനിർത്താൻ വേണ്ടിയും. പിന്നെ ഇവര് ഇവിടെ പ്രിയങ്ക ഈ വയനാട് വരെയാണെങ്കിൽ അതും ഒരു രാജിവെച്ചാലും പ്രിയങ്ക വരുമ്പോൾ ആ ഒരു രാജിവെച്ച് എവിടുന്ന് വിടുന്നു എന്നുള്ളൊരു സംസാരത്തിന് ഇടം നൽകില്ല. കാരണം പകരം വരുന്നത് പ്രിയങ്ക ഗാന്ധി. രാഹുൽ ഗാന്ധി ആണെന്ന് വിചാരിച്ചാൽ രാഹുൽ ഗാന്ധി സഹോദരിക്ക് എനിക്കൊരു സീറ്റ് ഞാൻ സഹോദരിക്ക് കൈമാറുന്നത് ഭൂരിപക്ഷത്തിൽ ചിലപ്പോൾ വിജയിച്ചേക്കാം. തീർച്ചയായും. അത് മാത്രമല്ല, ഞാൻ ചിലപ്പോൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി അവിടെ ആ മണൽ നിലനിർത്താൻ വേണ്ടിയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചേഞ്ച്. കാരണം 5 വർഷം രാഹുൽ ഗാന്ധി അവിടെ MP ആയിരുന്നു. അപ്പൊ പകരം പ്രിയങ്ക ഗാന്ധി വയനാട് വരുമ്പോഴുണ്ടാവും മാറ്റങ്ങൾ. ആ മാറ്റങ്ങളും ജനങ്ങൾ പ്രതീക്ഷിക്കും. എന്തായാലും രാഹുൽ ഗാന്ധിയേക്കാളുപരി പ്രിയങ്ക ചിലപ്പോൾ ശോഭിക്കും എന്ന് പ്രതീക്ഷിക്കും. വീണ്ടും കേരളത്തിൽ വളരെ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് വന്നുവെങ്കിലും വീണ്ടും രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ കയറുമെന്ന് സൂചനകൾ ലഭിച്ചു. നരേന്ദ്രമോദി ശരിക്കും അധികാരത്തിൽ കയറും, സത്യപ്രതിജ്ഞ ചെയ്യും? തീർച്ചയായും. ഭൂരിപക്ഷമുണ്ട്. കാര്യം അവരുടെ ഒരു നിലപാടല്ല, ഇന്ത്യൻ ജനതയ്ക്ക് എന്താണ് വേണ്ടത് അതവർ ഇത്രയും നാൾ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നത് ലക്ഷറി ലൈഫോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇന്ത്യൻ ജനതയ്ക്ക് അവർ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആൾക്കാരുടെ ഇടയിലായാലും നമുക്ക് പറയാൻ പറ്റൂല. ഭരണത്തില് വികസനങ്ങൾ ഒരുപാട് വികസനമല്ല. ഇന്ത്യൻ ജനതയ്ക്ക് വികസനം വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്ത്യൻ ജനതയ്ക്ക് വികസനം വേണമെന്ന് ആർക്കും തോന്നുന്നില്ല. ഇന്ത്യ കണ്ടിട്ട് ചേട്ടന് തോന്നണുണ്ടാ വികസനം വേണമെന്നുള്ളത്? ഇന്ത്യൻ ജനത വികസനമൊന്നും വേണ്ട. എന്താണ് വേണ്ടത്? ഇന്ത്യൻ ജനതയ്ക്ക് ഒരു രാമക്ഷേത്രമോ അല്ലെങ്കിൽ വേറെ 5-6 പള്ളിയൊക്കെ പണിത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ജനത സാറ്റിസ്ഫൈഡ് ആണ്. പാകിസ്ഥാൻ ജനത
അപ്പോൾ അത് 5-6 പള്ളി പണിത് കൊടുത്താൽ സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ജനതകൾക്ക് ഒരു 10 അമ്പലം പണിത് കൊടുത്താൽ ഇന്ത്യൻ ജനത സാറ്റിസ്ഫൈഡ് ആണ്. ഇന്ത്യയിലെ മെജോറിറ്റി ആൾക്കാർ ഹിന്ദുക്കളാണ്. ക്ഷേത്രം വെച്ച് കൊടുത്ത ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. പൊതുവിൽ ഇപ്പോൾ രാമക്ഷേത്രം നിലവിൽ വന്നു. ഉത്തരേന്ത്യയിൽ ഈ സൗരം പറഞ്ഞതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങളൊക്കെ നിലവിൽ വന്നു. BJP സംബന്ധിച്ചിടത്തോളം അതൊരു അജണ്ട അത് തന്നെയാണ്. അത് ഏത് BJP നേതാക്കളാണ് ഇത് വിട്ടൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്? എനിക്കത് കാണിച്ചത് സുരേഷ് ഗോപി വരെ നിങ്ങൾക്ക് എടുക്കാം. ഇത് വിട്ടിട്ടൊരു ധർമ്മം, നമ്മുടെ ധർമ്മം അല്ലെങ്കിൽ നമ്മുടെ ദൈവം എന്നുള്ളൊരു നിലപാട് വിട്ടിട്ട് നിൽക്കുന്ന ഏത് BJP-കാരനാണുള്ളത്? ഒരു BJP-കാരനുമില്ല. വളരെ കറക്റ്റാണ് പറഞ്ഞാൽ അഭിപ്രായം. പക്ഷേ അങ്ങനെ ചെയ്തിട്ട് പോലും കഴിഞ്ഞ തവണ BJP ഒറ്റ കക്ഷിയായി വളരെ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ഭരണം നടത്തിയപ്പോഴാണ് ഈ പറഞ്ഞതുപോലെയുള്ള ഇതൊക്കെ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് നടന്നത്. പക്ഷേ ഇത്തവണ BJP-യുടെ ഒരു അജണ്ടയായിരുന്ന അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ ഒരു ആഗ്രഹമായി നിലനിന്ന, നേരത്തെ പറഞ്ഞതുപോലെ വികസനമല്ല, രാജ്യത്തെ എല്ലാം വിട്ടുതുലച്ചിട്ടും അവർക്ക് ക്ഷേത്രങ്ങൾ പണിത് കൊടുത്ത് വിശ്വാസപരമായി നിലനിന്നിട്ടും ഇത്തവണ തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. വളരെ ഈ പറഞ്ഞത് വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ല അതിനകത്തുള്ള വിഷയം. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് ഇന്ത്യൻ സഖ്യം എന്നുള്ളൊരു ഇതുണ്ടാക്കിയില്ലായിരുന്നുണ്ടെങ്കിൽ, ഇന്ത്യ മുന്നണി എന്ന് പറയുന്നൊരു ഐക്യം ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഏത് പാർട്ടിക്ക് അവരെ കൂടെ പിടിച്ചിരിക്കാൻ പറ്റും? അല്ല, ഞാൻ ചോദിച്ചതാണ്. ഈ 5-10 വർഷം കൊണ്ട് ഭരിക്കുന്ന ഒരു പാർട്ടി പിന്നെയും 10-15 വർഷം കൊണ്ട് ഭരിക്കുന്ന ഒരു പാർട്ടി പിന്നെയും അടുത്തൊരു 5 വർഷം കൂടെ ഭരിക്കണം എന്ന് പറഞ്ഞാൽ അവർ ആൾറെഡി വിജയിച്ചു കഴിഞ്ഞ്. അല്ല, ഈ വിജയത്തിൽ തിളക്കമില്ല. കാരണം തിളക്കമില്ല എന്ന് പറഞ്ഞാൽ ആൾറെഡി ആൾക്കാർ കണ്ടുവരുന്നവരാണ്. ഈ കഴിഞ്ഞ വർഷം ഈ പിണറായി സർക്കാരിന് കഴിഞ്ഞ വർഷം ഭൂരിപക്ഷം കുറവായിരുന്നു. പക്ഷേ അതിന് മുമ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ല. ആൾറെഡി ആൾക്കാർക്ക് ഈ ഒരു ഭരണം മടുക്കേണ്ട സമയം കഴിഞ്ഞു. ഈ കേരളത്തിൽ ഈ മടുക്കേണ്ട ഒരു സിറ്റുവേഷൻ കുറെ നാൾ ആരും ഒരാളെ സഹിച്ചുകൊണ്ടിരിക്കില്ല. അല്ലെങ്കിൽ ഒരു മാറ്റം അല്ലെങ്കിൽ കുറെ നാൾ ഒരാളുടെ ഭരണം കയ്യിലിരിക്കുമ്പോൾ ദുർവിനിയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവർ 4ാമതൊരു വർഷം കൂടി അവർ ഭരണത്തിൽ കയറിയെന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യം. മൂന്നാമത് വർഷം എന്ന് പറഞ്ഞാൽ 15 വർഷമായിട്ട്, കഴിഞ്ഞ 15 വർഷമായിട്ട് അടുത്ത മൂന്നാമത്തെ ടൈം 15ാമത്തെ വർഷമായിട്ട് അവരെ താഴെ ഇറക്കാൻ ഒരു മന്ത്രിസഭയ്ക്ക് ഒരു വേറൊരു പ്രതിപക്ഷത്തിന് ശക്തമായ പ്രതിപക്ഷം ഉണ്ടായി ഇത്തവണ. നിങ്ങൾ പറയുന്ന ശക്തമായ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇന്ത്യൻ അലയൻസും കൂടെ ചേർത്തിട്ടുള്ളതാണ്. കോൺഗ്രസ് ഒറ്റയ്ക്കല്ല. അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള ഇത്രയും ഇന്ത്യക്കാർ അവരെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ഇന്ത്യക്കാർ ഇത്രയും ഒന്നിച്ച് നിന്നിട്ടാണ് ഈ അവരെ തകർക്കാനായിട്ട് നിൽക്കുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ BJP കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഭൂരിപക്ഷം ഒറ്റക്കക്ഷി എന്നുള്ള രീതിയിൽ ഭൂരിപക്ഷമില്ല. അപ്പോൾ രണ്ടുപേരുടെ അല്ലെങ്കിൽ ഈ മുന്നണിയിലെ TDP ചന്ദ്രബാബു നായിഡു, അതുപോലെ നിതീഷ് കുമാർ, ബീഹാറിലെ നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടുകൂടിയാണ് വീണ്ടും നിൽക്കുന്നത്. ഇവരുടെ പിന്തുണ ഏതു സമയത്തും നഷ്ടപ്പെടാം. ഇനി വരുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 5 വർഷം പൂർത്തിയാക്കുക, അതോ പകുതിയിൽ വീഴും? 5 വർഷം പൂർത്തിയാക്കും. അതിനുള്ള പ്ലാനിങ് അവരിപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ടാകും. അവരുടെ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ മനസ്സിലാക്കിയപ്പോൾ തന്നെ അതിനുള്ള പ്ലാനിങ് ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. എന്തൊക്കെ വേണം, എന്തൊക്കെ ചെയ്യണം. അല്ല, ഈ കൂടെ നിൽക്കുന്നവർ ഉറച്ചു നിൽക്കും. ഉറച്ചു നിർത്തിക്കും. നിൽക്കുന്നതല്ലോ, ഉറച്ചു നിർത്തിക്കും. അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് അവരൊക്കെ. ഏത് തരത്തിലാണത്? ഏത് തരത്തിലുള്ള കപ്പാസിറ്റി? ഭീഷണിയൊന്നും ആവശ്യമില്ലല്ലോ. ഇവിടെ ഇന്ത്യയിൽ പണം വെച്ച് നോക്കാം. ഇവിടെ ഈ പെട്രോളിന് ഇത്രയും വില കൂട്ടിയിട്ട്, പെട്രോളിനും ടാക്സും ഇത്രയും വില കൂട്ടിയിട്ട് ഇവിടെ ഒരുത്തനെങ്കിലും മിണ്ടിയ ആരും മിണ്ടിയില്ല. നമ്മൾ പ്രതിഷേധിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം? ഇനിയിപ്പോ അടുത്ത് വീണ്ടും കൂടാൻ പോകുന്നു. നമ്മളിപ്പോഴും കക്കൂസ് പണിയാണെന്ന് പറഞ്ഞ് 10-25 രൂപ 30 രൂപ ടാക്സ് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇല്ലേ? നമ്മൾ ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? കക്കൂസ് പണിഞ്ഞ് കഴിഞ്ഞില്ലല്ലോ ഇതുവരെ. പണിത സ്ഥലത്തൊന്നും വെള്ളമില്ല ഇപ്പോൾ. ഞാൻ തമിഴ്നാടാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ സ്ത്രീകൾ ഉൾപ്പെടെ ഇപ്പോഴും രാവിലെ 5 മണിക്ക് നമ്മൾ ഹൈവേ കൂടെ പോയി കഴിഞ്ഞാൽ സ്ത്രീകൾ ഉൾപ്പെടെ ഇതുപോലത്തെ ഒരു
സ്ഥലത്ത് പോയിരുന്ന് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു രാജ്യത്താണ് ഇത്രയും നാൾ നമ്മൾ കക്കൂസിന് കൊടുത്ത പൈസ എവിടെ? ഈ പൈസയൊക്കെ ബാക്കിയുള്ള അവർക്ക് കൂടെ നിർത്തേണ്ട ആൾക്കാർക്ക് വിതരണം ചെയ്യണുണ്ട്. എന്നുവെച്ചാൽ ചേട്ടൻ്റെ അണ്ടറിൽ ഇപ്പോൾ ഒരു 5 പേര് കാണും. എനിക്ക് 5 പേരെ കിട്ടിയാൽ മതി. അതിന് ചേട്ടനെ ഞാൻ ഹെൽപ്പ് ചെയ്താൽ മതി. ഒരാളെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ചേട്ടൻ്റെ മണ്ഡലത്തിലുള്ള ഒരു 100 പേരെ എനിക്ക് കിട്ടിയാൽ മതി. അങ്ങനെ എത്ര ചേട്ടന്മാർ കാണും? സാമ്പത്തികം കാശ് വിതറി പിടിച്ചു നിൽക്കുമെന്നാണ് താങ്കൾ പറഞ്ഞതിന്റെ സൂചന. ലാസ്റ്റ് ഉറപ്പായിട്ട് കോടതി വരെ വിലക്കെടുക്കാമെങ്കിൽ പിന്നെ എന്താണെന്നാണ് ഒരു മനുഷ്യനെ വിലക്ക് നിർത്താൻ കഴിയുന്നത്. കേന്ദ്രത്തില് വീണ്ടും 3ാമതും മോഡി സർക്കാർ അധികാരത്തിൽ കയറുന്നു. ഈ വിജയം ശരിക്കും വിജയമാണോ? വിജയം ശരിക്കും വിജയമാണോ എന്ന് ചോദിച്ചാൽ BJPക്ക് കേവല ഭൂരിപക്ഷം കുറഞ്ഞു. അതൊരു വലിയൊരു പോയിന്റാണ്. അത് ഇന്ത്യ മുന്നണിയുടെ ഒരു വളർച്ചയും ഒരു കടന്നുകയറ്റം. ഈ രണ്ട് ടേമിൽ കഴിഞ്ഞ 10 വർഷം ഒരു പ്രതിപക്ഷം ഇല്ലായിരുന്നു. അത് കാരണം ബില്ലൊക്കെ പാസ്സാക്കുന്നത് വലിയ ചർച്ചയൊന്നും ഇല്ലാതായിരുന്നു, ഈസിയായി നടന്നു. പക്ഷേ ഇനി തൊട്ട് ഒരു നല്ലൊരു പ്രതിപക്ഷം ഉള്ളത് അത് ഒരു ജനങ്ങളൊരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ടാണ് BJPയുടെ ശക്തി കേന്ദ്രങ്ങളായ മഹാരാഷ്ട്ര, UPയിലൊക്കെ അവർക്ക് നല്ല തിരിച്ചടി വന്നു. അപ്പോൾ വിജയമാണെങ്കിലും അവർക്ക് കഴിഞ്ഞ 10 വർഷം പോലെ ഒറ്റയ്ക്ക് ഭരിക്കാനും പറ്റില്ല. ഘടകകക്ഷികളുടെ പിന്തുണ വേണം. എപ്പോൾ വേണമെങ്കിലും അവർക്ക് അപ്പുറത്തോട്ട് ചാടാം. അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റെബിലിറ്റി കുറവുണ്ട് ഇനി. അത് ഒരു വലിയൊരു വിജയമല്ല. ഇതൊരു വിജയമായി കാണാൻ കഴിയില്ല എന്ന് പൊതുവെ പലരും വിലയിരുത്തുന്നുണ്ട്. തീർച്ചയായും. കാരണം പലരുടെയും സ്മൃതി ഇറാനി അടക്കം കുറേ പ്രമുഖർ തോറ്റു. പിന്നെ മോദിയുടെ വോട്ട് ഷെയർ നന്നായിട്ട് വാരണാസിയിൽ 3 ലക്ഷത്തോളം ആദ്യഘട്ടത്തിൽ 5000 വോട്ടിന് പിന്നിപ്പോയി. വോട്ട് ഷെയർ കഴിഞ്ഞ തവണത്തെക്കാട്ടി 3 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം കുറവുണ്ട്. അതൊക്കെ ഒരു ഭയങ്കര തിരിച്ചടിയാണ്. കാരണം രാമക്ഷേത്രത്തിന്റെ മണ്ഡലത്തിൽ പോലും ഫൈസാബാദ് അവിടെ പോലും അവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. SP ആണ്. അപ്പം അതൊക്കെ ഒരു അവർ ഉദ്ദേശിച്ച വിജയമല്ല. ഇത് ഒരു ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു വളർച്ചയും ഇതൊക്കെ ഒരു വലിയ പോയിന്റാണ്. മോദി BJP കഴിഞ്ഞ 10 വർഷമായി രാജ്യത്ത് മുന്നോട്ട് വെച്ച ഒരു കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് പ്രധാനമായും നടപ്പിലാക്കിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം രാമക്ഷേത്രമായിരുന്നു. രാമക്ഷേത്രം പൂർത്തീകരിച്ചു, ഉദ്ഘാടനം കഴിഞ്ഞു. പക്ഷേ അത് ഉത്തരേന്ത്യയിലെ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ ഇതൊന്നും ഏശിയില്ല എന്ന് വേണം കരുതാൻ ഇപ്പോഴത്തെ ഫലം വ്യക്തമാക്കുന്നത്. ശരിക്കും അത് ആൾക്കാർ നെഞ്ചോട് ചേർത്തിരുന്നുവെങ്കിൽ ആ മണ്ഡലത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ഭൂരിപക്ഷത്തിന് BJPയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു വരണമായിരുന്നു. അപ്പോൾ ഇതൊന്നും രാജ്യത്ത് വലുതായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുവെങ്കിലും ജനങ്ങൾ അതിനെ വലുതായിട്ട് കണ്ടില്ല എന്ന് അർത്ഥമാക്കാമോ? അത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. രാമക്ഷേത്രം തീർച്ചയായിട്ടും അത് വോട്ടായിട്ട് മാറിയില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇന്ത്യ മുന്നണിയുടെ പ്രചരണം ഭയങ്കര ഒരു ഇതായിരുന്നു. അവർ ശക്തമായിട്ട് അവരൊരു സാധാരണ ഇത്രയും പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് കൊണ്ടുവരുമ്പം ഭയങ്കര പാടാണ്. കോൺഗ്രസ് അതിനകത്ത് വലിയൊരു റിസ്ക് ആണ് എടുത്തത്. പല കോൺഗ്രസ് വളരെ ചുരുക്കം സീറ്റുകൾ ഒതുങ്ങിയിട്ട് പ്രാദേശിക പാർട്ടികൾക്ക് വലിയൊരു പ്രാധാന്യം കൊടുത്തു. അത് ആ ഒരു റിസ്ക് ശരിക്കും കോൺഗ്രസ് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്ത് ചരിത്രത്തിലെ ഏറ്റവും കുറവ് സീറ്റുകളിൽ മത്സരിച്ച് ആ ഒരു വിട്ടുവീഴ്ച പക്ഷേ ജയസാധ്യത കൂടുതലുള്ള ഘടകകക്ഷിനെ നിർത്തുകയും അങ്ങനെയൊക്കെ ചെയ്ത് അതൊരു നല്ലൊരു സംഭവമായിരുന്നു. പിന്നെ ഈ രാമക്ഷേത്രം വോട്ടായിട്ട് മാറിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. BJP വിചാരിച്ച പോലെ അത് കാരണം പണി തീർന്നതിന് മുന്നേ ഉദ്ഘാടനം ചെയ്തു. അതൊരു ഇലക്ഷന്റെ ഒരു തന്ത്രമായിരുന്നു എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതെ. പക്ഷേ പിന്നെ വേറൊരു ഫാക്ടർ, ധ്രുവ് രാഠിയുടെ വീഡിയോസ് ഭയങ്കരമായിട്ട് അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഒരുപാട് ചെറുപ്പക്കാരുടെ ഇടയിൽ, അത് കുറച്ച് പ്രായമുള്ളവരുടെ അടുത്തോട്ട് എത്തിയില്ലെങ്കിലും ചെറുപ്പക്കാരുടെ ഇടയിലോട്ട് ഒരു സെൻട്രൽ ഗവൺമെൻറ്റിനെതിരായിട്ട് ഉള്ളൊരു കുറേ സംഭവങ്ങൾ ആ വീഡിയോസ് വഴി എത്തി. അത് നോർത്ത് ഇന്ത്യയിൽ ഒരു നല്ല ഫാക്ടർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മോദിയുടെ ഗ്യാരണ്ടി ഫലിച്ചില്ല. ഗ്യാരണ്ടി അങ്ങനെ അറിയില്ല എനിക്ക്. പക്ഷെ എന്നാലും അവർ വിചാരിച്ച ഒരു ആദ്യം തൊട്ടേ 400 പാർ എന്ന് പറഞ്ഞിട്ടും അത് അത്രയും കിട്ടിയില്ല. അവർ കേവല ഭൂരിപക്ഷം പോലും കിട്ടിയില്ല. അത് എക്സിറ്റ് പോളുകളും 300-350 ഒക്കെ പറഞ്ഞു, അതുപോലെ എത്തിയില്ല.
അത് ശരിയാണ്. അവർക്കൊരു ഒരു NDA ഭരണം രൂപീകരിച്ചെങ്കിലും അവർക്ക് കഴിഞ്ഞ 10 വർഷം പോലെ ഉറപ്പായിട്ടും ഭരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന 2 പേര്, അവരെ ഇപ്പൊ ഫോക്കസ് ചെയ്താണ് എല്ലാവരും നിൽക്കുന്നത്, TDPയും നിതീഷ് കുമാർ. പക്ഷെ ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി വരണവരാണ്. നിതീഷ് കുമാർ വർഷത്തിൽ 2 തവണ പോയി വരുന്ന ആളെന്നാണ് പരിഹാസ രൂപേണ പലരും പറയുന്നത്. അതെങ്ങനെ നിലനിർത്താൻ കഴിയുന്നുള്ളൂ? നിലനിർത്താൻ ഭയങ്കര പാടാണ്. പിന്നെ BJPയുടെ മെയിൻ ആയിട്ടുള്ള അവരുടെ കുറെ സംഭവങ്ങൾ ഇനി നടപ്പിലാവുമെന്ന് തന്നെ സംശയമുണ്ട്. ഇവരതിന് മുന്നോട്ട് വെച്ച കുറെ പ്രകടന പത്രികയിൽ പറഞ്ഞ കുറെ കാര്യമുണ്ട്. 2025 ഹിന്ദുരാഷ്ട്ര പ്രഖ്യാപനം, ഏക സിവിൽ കോഡ്, ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ എന്തായാലും ഇനി അതൊരു സാധ്യത മങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ഘടകകക്ഷികളുടെ ഇതിന് പോയില്ലെങ്കിൽ അവര് പറഞ്ഞ കേട്ട് അവരുമായിട്ട് ഒരു സംയമനം നിലനിർത്താനേ പറ്റും. അല്ലെങ്കിൽ പണ്ട് ജയലളിത AIDMK വിഡ്രോ ചെയ്ത് വാജ്പേയിയുടെ ഗവൺമെന്റ് പോയതുപോലെ ഒക്കെ വരാൻ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു ഗവൺമെന്റ് ആയിരിക്കും ഇനി. 5 വർഷം പൂർത്തിയാക്കില്ല. 5 വർഷം കാരണം ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല. TDPനെ നിതീഷ് കുമാറിന് അവരെപ്പോ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഗവൺമെന്റ് ഒരു സ്റ്റേബിൾ ആയിരിക്കില്ല. ഒരുപാട് ഡിസിഷൻസ് ഒന്നും ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റൂല. ഒരുപാട് ഡിസ്കഷൻ വേണം. എല്ലാം അവർക്ക് എന്ത് കിട്ടും എന്ന് നോക്കിയിട്ടായിരിക്കും ഓരോ ഇത് പറഞ്ഞത്. അല്ല, ഇപ്പൊ തന്നെ അവര് വളരെയധികം പിന്നെ ഇതൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, ഓഫറുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പോകാതിരിക്കാൻ അവർക്ക് ഉപപ്രധാനമന്ത്രി വേണം, പ്രത്യേക പദവി വേണം, ആഭ്യന്തര വകുപ്പ് വേണം എന്നൊക്കെ. കാര്യം അതിനൊക്കെ വഴങ്ങിക്കൊടുത്തേ കഴിയൂ. കാര്യം ഒരു തൂക്ക് മന്ത്രിസഭ എന്നുള്ള നിലയിൽ അത് BJPക്ക് ഏറ്റവും ഒരു പരാജയം തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ 303 ഒറ്റയ്ക്കുണ്ടായിരുന്നു BJPക്ക്, ഒറ്റക്കക്ഷി എന്നുള്ളത്. അപ്പൊ പിന്നെ വേറെ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിനൊന്നും കാര്യമില്ല. വിട്ടുപോകുന്നെങ്കിൽ അവർക്കേ നഷ്ടപ്പെടാനുള്ളൂ. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതാണ് നമ്മൾ രാജ്യത്ത് വീണ്ടും നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ വീണ്ടും അധികാരത്തിലേറുന്നു. ശരിക്കും ഭൂരിപക്ഷം കുറവാണ്, അറിയാമല്ലോ. ഇത് ശരിക്കും ജനങ്ങൾ കൊടുത്ത ഒരു വിജയമാണ്. അത് ഇവിടെ നടക്കൂല, അങ്ങോട്ട് തൃശ്ശൂർ നടക്കും. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു. അതിന് നീ ഇങ്ങോട്ട് വരണമെന്നുള്ള ഒരു പ്രതീക്ഷ വേണ്ട. തിരുവനന്തപുരത്ത് ജയിച്ചില്ല. അത് നടക്കുന്ന കാര്യമല്ല. ഇവിടെ അങ്ങനെ ഒരു BJPക്ക് സാധ്യതയില്ല. ഇനി ഉണ്ടാവില്ല. ഇവിടെ ഭരണം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി LDF UDF മാറി അതിൻ്റെ അപ്പുറത്തോട്ടൊരു മാറ്റം വരില്ല. ധർമ്മങ്ങളൊക്കെ എറിയണതൊക്കെ ശരി തന്നെ പറയുന്നുണ്ട്, വാരിക്കോരി പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും യേശുന്നില്ല. അപ്പോൾ കേന്ദ്രത്തിൽ വീണ്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകുന്നു എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാവുന്നു. അത് നിലനിന്ന് പോവോ ശരിക്കും 5 കൊല്ലം? കാരണം ഭൂരിപക്ഷം കുറവാണ്. നല്ലത് ചെയ്താൽ നല്ലതുണ്ടാവും. അതാരായിരുന്നാലും ശരിയല്ല. നിലനിൽക്കുമോ 5 കൊല്ലം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ? നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. കാര്യം ഭൂരിപക്ഷം ഇല്ല. അതവിടെ ആയിരിക്കും, നടക്കൂല. ക്ഷേത്രമൊക്കെ വെച്ച് രാമക്ഷേത്ര ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. എന്നിട്ടും ആളുകള് നരേന്ദ്രമോദി കൈവിട്ടു. അവിടെ കയറി പിടിക്കണ്ട, അത് ജനം ഫുള്ളായിട്ടുള്ളത് കാര്യങ്ങളാണ്. അവിടെ കയറി ഒരാൾക്ക് കയറി പിടിച്ചിട്ട് ഇത് എന്റേതാണ്, ഞാനാണ് പിടിച്ചത് എന്നങ്ങ് അതൊന്നും വേണ്ട. അതിപ്പോ ഒരു അമ്പലം പൊതു എല്ലാവർക്കും അവിടെ വരാം. അതൊരു രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കും. അത് രാഷ്ട്രീയമായിട്ടൊന്നും അതൊന്നും അതിന്റെ ഇടയിൽ കൊണ്ട് അമ്പലത്തിനെ രാഷ്ട്രീയവൽക്കരിച്ച് വോട്ട് നേടാൻ ശ്രമിക്കരുത്, ചെയ്യാൻ പാടില്ല. അങ്ങനെ ശ്രമിച്ചതുകൊണ്ടാണ് അങ്ങോട്ടൊക്കെ പരാജയപ്പെട്ടത്. പരാജയപ്പെട്ടതല്ല, ഇതൊക്കെ ഒരു താൽക്കാലികം, അത്രേ ഉള്ളൂ. നമ്മളെ ഇവിടെ അത് വരില്ല. ഇനി വാരിക്കോരി കൊടുത്ത് ഞങ്ങൾ തന്നെങ്കിൽ പിടിച്ചിരിക്കും എന്നുള്ള ഒരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് കുറെ ആൾക്കാർക്ക് ധർമ്മം ചെയ്ത് അത് വാങ്ങിക്കേണ്ടതുകൊണ്ട് അത് വാങ്ങും, വാങ്ങിക്കുകയും ചെയ്യും. വോട്ട് മാറ്റി ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ അത് സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പം കുറേ ആളുകൾ ഞാൻ അറിഞ്ഞ ഒരു കാര്യം പറയുന്നതാണ്.
കുറേ പേർക്കൊക്കെ നരേന്ദ്രമോദിയുടെ ഈ പൈപ്പ് കുഴലിൽ കൂടെ കൊടുത്ത ഗ്യാസ് അത് നരേന്ദ്രമോദിയുടെ തന്നെ. അത് അങ്ങനെ ഒരു ഇത് വന്നില്ലല്ലോ ഇതുവരെ, അതിന്റെ പണി നടക്കുന്നതല്ലേ ഉള്ളൂ. ഇവിടെ ചെയ്തിരിക്കുന്നു, അയാളെ പേരാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. കുറച്ച് പേര് പൈസ അടയ്ക്കും, നടക്കുന്ന കാര്യം. ചിലപ്പോൾ സർക്കാർ മാറി വരുമ്പോൾ പല വികസനങ്ങളും ഉണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ട് മാത്രമേ അതിനെ കാണാൻ കഴിയൂ. ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദിയാണോ ഈ കറണ്ടിൽ അത് കൊടുത്തതും പൈപ്പൊക്കെ കൊടുത്തതും? ഇവര് പറയണം അവർ കൊടുത്തെന്ന് അവര് പറയണം. ഓരോ പാർട്ടികളുടെയും അവകാശവാദം. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്ന NDA സർക്കാർ ഭാവി അപകടത്തിലെന്ന് ജനാഭിപ്രായം. നീണ്ടുപോകില്ലെന്നും ഏറെ പേർ പറയുന്നു. കാത്തിരുന്ന് കാണാം. ക്യാമറാമാൻ രാജേഷ് കാട്ടാക്കടയ്ക്കൊപ്പം അബൂബക്കർ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.